ശുഭാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള ചിക്കൻ കറിയല്ലേ ഉണ്ടാക്കുന്നത്, ഉള്ളി വഴറ്റി തക്കാളിയൊക്കെ ഇട്ട്. ഇന്ന് ഉള്ളിയും തക്കാളിയും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ടൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ വേവിക്കുന്ന പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റും 1 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ മാഗി മസാല 2 ക്യൂബ് സൈസ് എടുത്തിരിക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്തതും 1 ടേബിൾ സ്പൂൺ എരിവുള്ളതുമാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മന്തിയുടെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. അതേപോലെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങയുടെ നീരില്ലെങ്കിൽ നമുക്ക് വിനീഗർ ആയിരുന്നാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ കൈവച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയെല്ലാം ചിക്കനിൽ യോജിപ്പിച്ച് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് വീണ്ടും ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറു തീയിലിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. നമ്മൾ ഈ ചിക്കനിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അത് കാരണം നമുക്ക് 5 മിനിറ്റിന് ശേഷം ചെറു തീയിലിട്ട് വേവിച്ചതിന് ശേഷം വീണ്ടും അടപ്പ് തുറന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചെറു തീയിൽ വേണം ഇട്ട് വേവിക്കാൻ. 5 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 8-10 കശുവണ്ടി വെള്ളത്തിൽ കുതിർത്തി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണ്. അതിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം വെച്ച് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് ചെറുതീയിലിട്ട് ഒരു 5 മിനിറ്റോളം സമയം വേവിക്കാൻ വെച്ചിരിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. നമ്മൾ ഉള്ളി വഴറ്റിയും തക്കാളി വഴറ്റിയും ഒന്നും നമ്മുടെ സമയം കളയേണ്ട ആവശ്യമേ ഇല്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഇത് അടുപ്പിലിട്ട് വെച്ച് നമ്മൾ വേവിക്കുന്നതാണ്. അതേപോലെ തന്നെ രുചിയിൽ കേമോ ആണെന്ന് പറയാം. വളരെ വെറൈറ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ചിക്കൻ കറിയാണ്. ചപ്പാത്തിക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.